അള്ളാഹുവിന്റെ ദീനിൽ ഏത് നിയമം, ഇന്നത് ഹറാം, ഇന്നത് ഹലാൽ, ഇത് അനുവദനീയമാണ്, ഇത് നിർബന്ധമാണ്, ഇത് നിർബന്ധമാണ്, ഇത് പാടില്ലാത്തതാണ്, ഇത് പുണ്യകർമ്മമാണ്, ഇത് പറ്റുമെങ്കിൽ ചെയ്യേണ്ടതാണ്, ഇത് പ്രാധാന്യം കൊടുക്കേണ്ടതാണ്, ഇങ്ങനെ അള്ളാഹുവിന്റെ ദീനിൽ എന്തൊക്കെ ഹുക്കുമുകളുണ്ടോ അത് പരിപൂർണമായ നീതിയാണ്. അതിലൊട്ടും അനീതിയില്ല, അത് മുഴുവൻ സത്യവും നീതിയുമാകുന്നു. കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ ആകാശഭൂമികളെ പടക്കുകയും അവൻ മീസാൻ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു, നമ്മളത് മുറിച്ചു കടക്കാതിരിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ മീസാൻ അത് നേർക്കുനേരെ സ്ഥാപിക്കുകയും അളവും തൂക്കവും കൃത്യമായി പാലിക്കുകയും വല തുഖ്സിറുൽ മീസാൻ, മീസാനിൽ നിങ്ങൾ കുറവ് വരുത്താതിരിക്കുകയും ചെയ്യുക. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അർ-റഹ്മാനിന്റെ തഫ്സീറാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടങ്ങിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പറയുന്നു, അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. അർ-റഹ്മാൻ, റഹ്മാനായ അല്ലാഹു, എല്ലാ റഹ്മത്തുമുള്ള റബ്ബ്, അല്ലമൽ ഖുർആൻ, അവൻ ഖുർആൻ പഠിപ്പിച്ചു. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചു. ഖുർആൻ പഠിപ്പിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അവന്റെ വാക്കാണ്. എന്നാൽ മനുഷ്യൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല. അതുകൊണ്ടാണ് ഖുർആൻ പഠിപ്പിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത്. അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ, അല്ലമഹു, അവനെ പഠിപ്പിച്ചു, അൽ ബയാൻ, അവനെ ബയാൻ പഠിപ്പിച്ചു, വിശദീകരിക്കാൻ പഠിപ്പിച്ചു. രണ്ട് രൂപത്തിൽ ബയാൻ ഉണ്ട്. ഇമാം അബ്ദുറഹ്മാൻ ഇബ്ൻ നാസിർ അസ്സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, രണ്ടും മനുഷ്യൻ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അവന്റെ മനസ്സിലുള്ളത് സംസാരത്തിലൂടെ പ്രകടമാക്കാനും എഴുത്തിലൂടെ പ്രകടമാക്കാനും രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലമഹു, മനുഷ്യനെ അല്ലാഹു പഠിപ്പിച്ചു, അൽ ബയാൻ, വിശദീകരണം പഠിപ്പിച്ചു. അശംസു വൽ ഖമറു ബിഹുസ്ബാൻ, അശംസു സൂര്യൻ, വൽ ഖമറു ചന്ദ്രനും, ബിഹുസ്ബാൻ, ഒരു കണക്കനുസരിച്ചാണ്, അല്ലാഹു നിശ്ചയിച്ച കണക്കനുസരിച്ചാണ് അത് സഞ്ചരിക്കുന്നത്, ഉദിക്കുന്നത്, അസ്തമിക്കുന്നത് എല്ലാം. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ, വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. നജ്ം എന്നതിന് ഇവിടെ രണ്ടർത്ഥമുണ്ട്. മുഫസ്സിറുകൾ രണ്ടർത്ഥം വിശദീകരിച്ചത് കാണാം. ഒന്ന്, നജ്മിന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന അർത്ഥം എന്താണ്? നക്ഷത്രം. മറ്റൊന്ന് ഷജർ, അതിന്റെ കൂടെ പറഞ്ഞ ഷജർ ഉണ്ടല്ലോ, വന്നജുമു വശജറു. ഷജർ എന്നാൽ വൃക്ഷങ്ങളാണ്, മരങ്ങളാണ്, വേരിൽ കാണ്ഡത്തിന്മേൽ നിൽക്കുന്ന മരങ്ങൾ. എന്നാൽ നജ്ം എന്നത് വേരില്ലാതെ അഥവാ കാണ്ഡത്തിന്മേലല്ലാതെ ഭൂമിയിൽ ഇങ്ങനെ പരന്ന് നിൽക്കുന്ന ചെടികൾ. ഷജർ വൃക്ഷമാണെങ്കിൽ നജ്ം ചെടി. ഈ രണ്ട് വിശദീകരണവും മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം കൂടുതൽ ശരിയായ വിശദീകരണമായി പറഞ്ഞത് നക്ഷത്രം എന്ന അർത്ഥമാണ്. വശംസു വന്നജ്മു വശജറു യസ്ജുദാൻ, അത് രണ്ടും സുജൂദ് ചെയ്യുന്നു അല്ലാഹുവിന്, എല്ലാം റബ്ബിന് സുജൂദ് ചെയ്യുന്നു എന്നതിൽ സംശയമില്ല. അല്ലാഹു സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞു, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വന്നുജൂമു വശജറു والنجوم والجبال والشجر والدواب وكثير من الناس وكثير حق عليه العذاب ومن يهن الله فما له من مكرم.
സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പറഞ്ഞു അലം തറ ഓ നീ കണ്ടില്ലേ അന്നല്ലാഹ യസ്ജുദു ലഹു അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുവെന്ന് മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് ആകാശങ്ങളിലുള്ളതെന്തോ അതെല്ലാം വമൻ ഫിൽ അർദ് ഭൂമിയിലുള്ളതെന്തോ ഭൂമിയിലുള്ളത് ആരൊക്കെ അവരെല്ലാം വശംസു വൽ ഖമർ സൂര്യനും ചന്ദ്രനും വന്നുജൂമു നക്ഷത്രങ്ങൾ വൽ ജിബാലു പർവ്വതങ്ങൾ വശജറു മരങ്ങൾ വൃക്ഷങ്ങൾ വദ്ദവാബു ജന്തുജാലങ്ങൾ വകസീറും മിനന്നാസ് ജനങ്ങളിൽ ഒരുപാട് പേര് അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. അല്ലാഹുവിന് സുജൂദ് ചെയ്യാത്ത മനുഷ്യരാകട്ടെ അവരുടെ ഉള്ളിലുള്ള ശരീരത്തിനുള്ളിലുള്ള അവയവങ്ങൾ അവരുടെ കയ്യിലല്ല, അള്ളാഹുവിന്റെ കയ്യിലാണ്. അവരുടെ നിഴലുകൾ അള്ളാഹുവാണ് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരുന്നത്. യതഫയ്യഉ ളിലാലുഹു അനിൽ യമീനി വശമാഇൽ സുജ്ജദൻ ലില്ലാഹ് അവരുടെ നിഴലുകൾ വലത്തോട്ടും ഇടത്തോട്ടും നീങ്ങുന്നു അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. എല്ലാ മനുഷ്യരുടേത് എല്ലാവരുടേത് റബ്ബിന് അവനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് സുജൂദ് ചെയ്യുന്നവരാകട്ടെ അല്ലാത്തവരാകട്ടെ. വശംസു വന്നജുമു വശജറു യസ്ജുദാൻ ചെടികളും മരങ്ങളും അല്ലെങ്കിൽ നക്ഷത്രങ്ങളും മരങ്ങളും യസ്ജുദാൻ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. അതുകൊണ്ട് ആരും നക്ഷത്രത്തിനോ മരത്തിനോ സുജൂദ് ചെയ്യരുത്. അവയൊക്കെ അല്ലാഹുവിനാണ് സുജൂദ് ചെയ്യുന്നത്. ومن آياته الليل والنهار والشمس والقمر لا تسجدوا للشمس ولا للقمر واسجدوا لله الذي خلقهن إن كنتم إياه تعبدون الله പറഞ്ഞു ومن آياته അല്ലാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാണ്, അല്ലാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ തെളിവുകളിൽപ്പെട്ട കാര്യമാണ്. അശംസു അല്ലൈലു വന്നഹാറു വശംസു വൽ ഖമർ രാവും പകലും സൂര്യനും ചന്ദ്രനുമെല്ലാം. ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമർ നിങ്ങൾ സൂര്യനോ ചന്ദ്രനോ സുജൂദ് ചെയ്യരുത്. വസ്ജുദു ലില്ലാഹി അല്ലദീ ഖലഖഹുന്ന മറിച്ച് അവയെല്ലാം സൃഷ്ടിച്ച അല്ലാഹുവിന് സുജൂദ് ചെയ്യുക. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ നിങ്ങൾ അവനെ മാത്രമാണ് ആരാധിക്കുന്നതെങ്കിൽ, അവനെ മാത്രമാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ. അപ്പൊ നോക്കൂ, അള്ളാഹുവിന് മുന്നിൽ സുജൂദ് ചെയ്യുന്ന ഇവയുടെ മുന്നിൽ മനുഷ്യൻ സുജൂദ് ചെയ്യുക എന്നത് എത്ര മോശമായ കാര്യമാണ്. മനുഷ്യനാകട്ടെ അള്ളാഹു ഇവക്കൊന്നും നൽകാത്ത പല പ്രത്യേകതകളും നൽകിയവനാണ്. ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ അള്ളാഹു അവനെ സൃഷ്ടിക്കുകയും അവന് സവിശേഷമായ ചില കഴിവുകൾ നൽകുകയും ചെയ്തിരിക്കുന്നു. അവനിലാണ് അള്ളാഹു റസൂലുകളെ നിയോഗിച്ചത്. റസൂലുകൾ വന്നത് മറ്റേതെങ്കിലും ജന്തുക്കളിലല്ല, റസൂലുകൾ വന്നത് ജിന്നുകളിലല്ല, മറിച്ച് റസൂലുകൾ വന്നത് മനുഷ്യരിലാണ്. ഇമാം ഇബ്നു കസീറിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ജിന്നുകളിലേക്കുള്ള റസൂൽ വരെ വന്നിട്ടുള്ളത് ആരിലാണ്? മനുഷ്യരിലാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രത്യേകത നൽകിയ മനുഷ്യൻ അവനെങ്ങനെയാണ് അല്ലാഹു അല്ലാത്ത അവനേക്കാൾ അല്ലാഹു പ്രത്യേകതകൾ കുറച്ചു നൽകിയ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ അവന് സൗകര്യമൊരുക്കാനാണ് അല്ലാഹു ബാക്കിയൊക്കെ പഠിച്ചത്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ അവനാണ് നിങ്ങൾക്കായി പടച്ചത്. മാ ഫിൽ അർദി ജമീഅ ഭൂമിയിലുള്ളതെല്ലാം. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ നമ്മളെ സഹായിക്കാനാണ് ഇതൊക്കെ. എന്നിട്ട് മനുഷ്യൻ അതിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുക, അവനെ പോലെയുള്ള പടപ്പുകൾക്ക് മുന്നിൽ തലകുനിക്കുക, അവരുടെ കാൽക്കൽ വീഴുക, അവർക്ക് സുജൂദ് ചെയ്യുക. സുബ്ഹാനല്ലാഹ്, ഇതെങ്ങനെ ശരിയാകും? ഒരിക്കലും ശരിയല്ല. അത് ഏറ്റവും വലിയ നന്ദികേടും ഏറ്റവും വലിയ ബുദ്ധിമോശവുമാണ്. വന്നജുമു വശജറു യസ്ജുദാൻ നക്ഷത്രങ്ങളും മരങ്ങളും അല്ലെങ്കിൽ ചെടികളും വൃക്ഷങ്ങളും യസ്ജുദാൻ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. വസ്സമാഅ റഫഅഹ വവദഅൽ മീസാൻ വസ്സമാഅ റഫഅഹ വവദഅൽ മീസാൻ അല്ലാഹു പറയുന്നു വസ്സമാഅ ആകാശത്തെ
റഫഅഹ അവൻ അതിനെ ഉയർത്തിയിരിക്കുന്നു, വവദഅ അവൻ വെച്ചിരിക്കുന്നു, അൽ മീസാൻ അവൻ മീസാൻ വെച്ചിരിക്കുന്നു, അവൻ തുലാസ് സ്ഥാപിച്ചിരിക്കുന്നു. മീസാൻ എന്ന വാക്കിനെ കുറിച്ച് മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം, യഅനി അൽ അദ്ൽ, നീതിയാണ് ഉദ്ദേശം. അല്ലാഹു നീതി സ്ഥാപിച്ചിരിക്കുന്നു. ഏതുപോലെ അല്ലാഹു സൂറത്തുൽ ഹദീദിൽ പറഞ്ഞു, ലഖദ് അർസൽനാ റുസുലനാ ബിൽബയ്യിനാതി വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാൻ ലിയഖൂമ അന്നാസു ബിൽഖിസ്ത്. ലഖദ് അർസൽനാ തീർച്ചയായും നാം അയച്ചു, റുസുലന നമ്മുടെ റസൂലുകളെ, ബിൽബയ്യിനാതി വ്യക്തമായ തെളിവുകളുമായി, വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാൻ അവരുടെ കൂടെ നാം കിതാബുകളും മീസാനും ഇറക്കി, നീതി ഇറക്കി. അതുപോലെ ഇമാം ഇബ്നുൽ ഖയ്യിം അതിന് ഭംഗിയുള്ളൊരു വിശദീകരണം നൽകിയിട്ടുണ്ട്. ഖിയാസിന് ഉള്ള തെളിവാണ് ഈ ഖിയാസിലേക്കുള്ള സൂചനയാണ് ഈ ആയത്ത് എന്ന രൂപത്തിൽ ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പരാമർശിച്ചത് കാണാം. എന്താണ് ഖിയാസ്? ഖിയാസ് എന്നത് നിഷേധിച്ച ചില ആളുകളുണ്ട്. അഹ്ലുൽ ലാഹിർ എന്ന് പറയപ്പെടുന്ന ഒരു കക്ഷി, ലാഹിരിയാക്കൾ, അവർ ഖിയാസിനെ നിഷേധിച്ച ആളുകളാണ്. അഹ്ലുൽ ലാഹിർ ഖിയാസ് എന്നാൽ ഒരു പുതിയ മസ്അല, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ലാത്ത പുതിയൊരു വിഷയം. ഉദാഹരണത്തിന് അവയവദാനം പോലെ, രക്തദാനം പോലെ ഉള്ള വിഷയങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ വിഷയം അങ്ങനെ തന്നെ നാം കാണുകയില്ല. അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് തെളിവ് പിടിക്കുക എന്തിന്റെ അടിസ്ഥാനത്തിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് സമാനമായ ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. സമാനമായ കാര്യം അതിന് ഖുർആനിലും സുന്നത്തിലും വിധി വന്നിട്ടുണ്ട്. ആ വിധി ഇതിനും ബാധകമാക്കുക, അത് യോജിച്ചു വരുന്നുണ്ടെങ്കിൽ, പല നിലക്കും അത് യോജിച്ചു വന്നാൽ ഇത് ഖിയാസിന് ഉദാഹരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബ് അവതരിപ്പിക്കുകയും കിതാബിൽ വ്യക്തമായി ചില കാര്യങ്ങൾ അവതരിപ്പിക്കുകയും, അത് മാത്രമല്ല കിതാബിൽ അല്ലാഹു ചില അളവുകോലുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. കിതാബിൽ അല്ലാഹു ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മാനദണ്ഡം അനുസരിച്ച് കിതാബിൽ നേരിട്ട് പറയാത്ത കാര്യങ്ങളുടെ വിധി എന്താണെന്ന് മനസ്സിലാവും. അതാണ് മീസാൻ. അൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ. നാം നബിമാർക്ക് കിതാബും മീസാനും അവതരിപ്പിച്ചു. അപ്പൊ ആ തുലാസിന്റെ കിതാബിൽ വന്നിട്ടുള്ള കാര്യം അതൊരു തട്ടിൽ വെക്കുകയും, എന്നിട്ട് ഇക്കാലത്ത് നമ്മുടെ പ്രശ്നം എന്താണോ അത് മറ്റേ തട്ടിൽ വെക്കുകയും ചെയ്താൽ ഇത് രണ്ടും എന്താണ് അതിന്റെ വിധി എന്ന് നമുക്ക് മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മീസാൻ സ്ഥാപിച്ചിരിക്കുന്നു. നീതി അല്ലാഹു റബ്ബുൽ ആലമീൻ സ്ഥാപിച്ചിട്ടുണ്ട്. അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, അല്ലാ തത്ഗൗ, നിങ്ങൾ അതിരുവിടാതിരിക്കാൻ, നിങ്ങൾ അതിക്രമിച്ചു കടക്കാതിരിക്കാൻ, ഫിൽ മീസാൻ, ആ അളവുകോലിനെ നീതി അതിലംഘിച്ച് നിങ്ങൾ അനീതിയും അക്രമവും കാണിക്കാതിരിക്കാൻ. ഇമാം ഇബ്നു കസീർ പറയുന്നു, ഐ ഖലഖസ് സമാവാതി വൽ അർദ ബിൽ ഹഖ് വൽ അദ്ൽ ലിതകൂന അൽ അശ്യാഉ കുല്ലുഹാ ബിൽ ഹഖ് വൽ അദ്ൽ. അഥവാ അല്ലാഹു ആകാശഭൂമികളെ പടക്കുകയും, എങ്ങനെയാണ് അല്ലാഹു പടച്ചത്? ഹക്കിന്റെ അടിസ്ഥാനത്തിൽ, നീതിയുടെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ പടച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന് പിന്നിൽ വ്യക്തമായ ഹിക്മത്തുണ്ട്. അവന്റെ ഹിക്മത്ത്, അവന്റെ യുക്തി അതിനു പിന്നിലുണ്ട്. അവൻ അബഥായി വെറുതെ ഒരു കാര്യവും ചെയ്യുകയില്ല. വെറുതെ അവൻ ഒരു വിധി നടപ്പിലാക്കുക ഇല്ല. ഏത് വിധിയാകട്ടെ അള്ളാഹുവിന്റെ വിധിക്കു പിന്നിൽ അവന്റെ ഹിക്മത്തുണ്ട്. അവന്റെ ഹിക്മത്ത് ഉണ്ട്. ഹൈറും ഷർറുമായ ഏത് വിധിയുമാകട്ടെ, ഹൈറാകട്ടെ ഷർറാകട്ടെ, അള്ളാഹുവിന്റെ തീരുമാനത്തിന് പിന്നിൽ അവന്റെ ഹിക്മത്തുണ്ട്. ലിതകൂന അൽ അശ്യാഉ കുല്ലുഹാ ബിൽ ഹഖ് വൽ അദ്ൽ. എന്തിനു വേണ്ടിയാണ്? കാര്യങ്ങളെല്ലാം നീതിയുടെയും ഹക്കിന്റെയും അടിസ്ഥാനത്തിലാകുവാൻ വേണ്ടി. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത്, വഖീമുൽ വസ്ന ബിൽ ഖിസ്തി
ولا تخسروا الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان. അള്ളാഹു ആകാശഭൂമികളെ പടക്കുകയും നീതി അവൻ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ അളവുകോൽ, ആ മിസാൻ അതിക്രമിച്ച് കടക്കാതിരിക്കാൻ വേണ്ടി അതുകൊണ്ട് വഖീമു, നിങ്ങൾ നേർക്കുനേരെ പാലിക്കുക, അൽ വസ്ന, അളവ് നിങ്ങൾ കൃത്യമായി പാലിക്കുക, ബിൽ ഖിസ്തി, നീതി അനുസരിച്ച് നിങ്ങൾ അളവും തൂക്കവും പാലിക്കുക, വല തുഖ്സിറു, നിങ്ങൾ കുറവ് വരുത്തരുത്, അൽ മീസാൻ, നിങ്ങൾ തൂക്കത്തിൽ അളവിൽ കുറവ് വരുത്താൻ പാടില്ല. ഇമാം ഇബ്നു കസീർ പറഞ്ഞു ഐ ലാ തബ്ഖസുൽ വസ്ന, നിങ്ങൾ അളവിൽ തൂക്കത്തിൽ കൃത്രിമം കാണിക്കരുത്, കുറവ് വരുത്തരുത്. ബൽ സിനു ബിൽ ഹഖ് വൽ ഖിസ്തി, സത്യമനുസരിച്ച് നീതി അനുസരിച്ച് നിങ്ങൾ തൂക്കുക, അളക്കുക. സൂറത്ത് ശുആറയിൽ അല്ലാഹു പറഞ്ഞു വസിനു ബിൽ ഖിസ്താസിൽ മുസ്തഖീം, വസിനു ബിൽ ഖിസ്താസിൽ മുസ്തഖീം, നേരായ അളവുകൾ കൊണ്ട് നിങ്ങൾ തൂക്കുക, അളക്കുക. വല്ലാത്ത സ്മെല്ലാണ്. വസിനു ബിൽ ഖിസ്താസിൽ മുസ്തഖീം, മുസ്തഖീമായ ഖിസ്താസ് കൊണ്ട് നിങ്ങൾ തൂക്കുക, അളക്കുക. സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ ഈ വാക്ക് മഹത്തായ ഒരു വാക്കാണ്, മഹത്തായ ഒരു വാചകമാണ്. അതായത് ഏത് കാര്യത്തിലും നീതിയും കൃത്യമായ അളവും നമ്മൾ പാലിക്കുക. ഏത് കാര്യത്തിലും നീതിയും കൃത്യമായ അളവും ഏതേത് കാര്യത്തിലും പാലിക്കാനുള്ള അള്ളാഹുവിന്റെ കൽപ്പനയാണിത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ അവതരിപ്പിച്ചു, അൽ മുത്തഫിഫീൻ എന്ന സൂറത്ത്, സൂറത്ത് അൽ മുത്തഫിഫൂൻ. വൈലുൽ ലിൽ മുത്തഫിഫീൻ الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين. ويل للمطففين, തത്ഫീഫിന്റെ ആളുകൾക്ക് നാശം. അളവിലും തൂക്കത്തിലും കൃത്രിമം നടത്തുന്ന ആളുകൾ. ഇങ്ങോട്ട് വാങ്ങുമ്പോൾ തികച്ചു വാങ്ങും, അങ്ങോട്ട് കൊടുക്കുമ്പോൾ കുറച്ചു കൊടുക്കും. അവർ ചിന്തിക്കുന്നില്ലേ അള്ളാഹുവിന്റെ മുന്നിൽ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ മുന്നിൽ അവർ നിൽക്കേണ്ടി വരുന്ന ഒരു നാളിനു വേണ്ടി അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന്. അതുപോലെ ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത, അവർക്ക് പറ്റിയ അവരുടെ തിന്മകളിൽ പ്രധാനപ്പെട്ടത് എന്താണ്? അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്നതായിരുന്നു. ശിർക്ക് കഴിഞ്ഞാൽ അവരുടെ പാപത്തിൽ വളരെ കടുത്തത് അതാണ്. ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ഇത് പറഞ്ഞത് കാണാം. അപ്പൊ അവര് തിരിച്ചു ചോദിച്ചത് എന്താ? നീ എന്തിനാണ് ഞങ്ങളോട് ഇത് പറയുന്നത്? അന്ന ഫഅല ഫി അംവാലിനാ മാ നശാ, ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നത് നീ വിലക്കുന്നത് എന്തിനാണെന്ന രൂപത്തിൽ അവർ പറഞ്ഞു. നോക്കണം, അവര് പറഞ്ഞ ന്യായം എന്താ? ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഇതുപോലെ എത്ര എത്ര ആളുകളാണെന്ന് തിന്മ വിലക്കിയാൽ പറയുന്നു എന്ത്? എന്റെ സ്വാതന്ത്ര്യം, അവന്റെ വ്യക്തി സ്വാതന്ത്ര്യം, അവന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യം, ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നത് നീ എന്തിനാണ് തടയുന്നതാണ് അവർ ചോദിച്ചത്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങളുടെ ന്യായം. അതാണ് അള്ളാഹുവിൽ, അവന്റെ ബഅസിൽ, അവന്റെ ദീനിൽ വിശ്വസിക്കാത്ത ആളുകൾ, അള്ളാഹുവിനെ പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് ഒരു നന്മയും ഒരു നീതിയും ജനങ്ങളോട് പറയാൻ അവകാശമല്ല. കാരണം എന്താ? ഏതൊരു ഇത് ചോദിക്കാലോ, എന്തിനാ അങ്ങനെ? മറ്റുള്ളവന്റെ ഹക്കിൽ വരെ ഇത് ചോദിക്കാം. ഈ ചോദ്യം, പിടുത്തം പൊട്ടി ചോദ്യം മറ്റുള്ളവന്റെ ഹക്കിൽ വരെ ചോദിക്കാം. ഞാൻ അവന്റെ സമ്പത്ത് കവർന്നെടുക്കുന്നു, എന്താ തെറ്റ്? അങ്ങനെ തെറ്റാവും. അവന്റെ അഭിമാനം അത് ഞാൻ കവർന്നെടുക്കുന്നു, അവളുടെ അഭിമാനം ഞാൻ എടുക്കുന്നു, എന്താ തെറ്റ്? ചോദിച്ചാൽ എന്തു ചോദിക്കാലോ, എന്തും ചോദിക്കാം. ഒന്നിനും ഒരു 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 അടിസ്ഥാനവും ഇല്ലെന്ന് വന്നാൽ എന്തും ചോദിക്കാം. നോക്കണം. അപ്പൊ അള്ളാഹുവിലും പരലോകത്തിലും അള്ളാഹു ഒരു ദീൻ ശരീഅത്തിലൂടെ ഇറക്കിയിരിക്കുന്നു, മനുഷ്യന് അള്ളാഹു ഒരു നിയമം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അംഗീകരിക്കാത്തവർക്ക് പിന്നെ ഒരു നിയമവും പറയാൻ സാധിക്കുകയില്ല. എന്തൊരു ചോദ്യം ചോദിക്കാം, ഏതൊരു ചോദ്യം ചോദിക്കാം, ഒരു നീതിയും ഒരു ന്യായവും പിന്നെ അവർക്ക് പറയാൻ സാധിക്കുകയില്ല. അപ്പൊ സഹോദരങ്ങളെ,
അള്ളാഹുവിന്റെ ദീൻ അത് വ്യക്തമായ നീതിയുടെ ദീനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മീസാൻ സ്ഥാപിച്ചിരിക്കുന്നു. ആകാശഭൂമികൾ അവൻ ഹക്കിന്റെയും നീതിയുടെയും സത്യത്തിന്റെയും നീതിയുടെയും അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചതാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിന്റെ ദീനിൽ ഒരു കാര്യം പോലും ഈ നീതിക്ക് ഈ മീസാന് എതിരായിട്ടില്ല. ദീനിൽ ഏതേത് നിയമങ്ങളും ഹഖും അദ്ലുമാണ്. വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദ്ലാ. അല്ലാഹു പറഞ്ഞു വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദ്ലാ. നിന്റെ റബ്ബിന്റെ വാക്ക് പൂർണ്ണമായിരിക്കുന്നു. സിദ്ഖൻ വഅദ്ലാ, സത്യസന്ധത കൊണ്ടും സിദ്ഖ് കൊണ്ടും വഅദ്ലൻ, നീതി കൊണ്ടും. നീതിയുടെ പൂർണ്ണത, സത്യസന്ധതയുടെ പൂർണ്ണത, അതാണ് അള്ളാഹുവിന്റെ ദീൻ. സിദ്ഖൻ എന്ന് പറഞ്ഞാൽ ഐഫിൽ അഖ്ബാർ, അള്ളാഹു ഈ ദീനിലൂടെ നമ്മെ അറിയിച്ചു തന്ന ഖബറുകൾ, വിവരങ്ങൾ, അത് മുഴുവൻ സത്യമാണ്. എന്താണ് ഖബർ? വാർത്തകൾ, വിവരങ്ങൾ. അഥവാ മുൻകഴിഞ്ഞ പല സംഭവങ്ങൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചത്, സ്വർഗത്തിൽ വെച്ച് സംഭവിച്ചത്, അവിടുന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്, പിന്നീടുള്ള നബിമാർ, അവരുടെ ഖൗമിന്റെ ചരിത്രം, ഇതെല്ലാം വരാൻ പോകുന്നതും അതും ഖബറാണ്. വരാൻ പോകുന്ന സംഭവങ്ങൾ, ഖിയാമത്ത് നാളിന് മുന്നോടിയായി സംഭവിക്കുന്നത്, മസീഹു ദജ്ജാലിന്റെ വരവ്, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുനരാഗമനം, യഅജൂജ് മഅജൂജ്, ഖിയാമത്ത് നാൾ, അതിനുശേഷം ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ഖബറുകൾ എല്ലാം, ഒരുവന്റെ മരണത്തോടെ സംഭവിക്കുന്നത്, ഖബറിൽ നടക്കുന്നത്, മഹ്ശറിൽ നടക്കുന്നത്, സ്വർഗനരകങ്ങളിൽ സംഭവിക്കുന്നത്, ഇങ്ങനെ അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന ഏതേത് കാര്യങ്ങളുണ്ടോ, സിദ്ഖാ വതമ്മത് കലിമതു റബ്ബിക സിദ്ഖാ, അതെല്ലാം സിദ്ഖാണ്, പരിപൂർണമായ സത്യമാണ്. അതിലൊന്നിനും ഒരു കളവ് പോലുമില്ല. വഅദ്ലാ, സിദ്ഖ് മാത്രമല്ല, പിന്നെയോ ഈ ദീൻ അദ്ലൻ, നീതിയുടെ കൂടെ പൂർണ്ണതയാണ്. ഏതിനാണ് നീതി? ഫിൽ അഹ്കാം, അഹ്കാം, വിധി, നിയമങ്ങളിൽ. അള്ളാഹുവിന്റെ ദീനിൽ ഏത് നിയമം, ഇന്നത് ഹറാം, ഇന്നത് ഹലാൽ, ഇത് അനുവദനീയമാണ്, ഇത് നിർബന്ധമാണ്, ഇത് നിർബന്ധമാണ്, ഇത് പാടില്ലാത്തതാണ്, ഇത് പുണ്യകർമ്മമാണ്, ഇത് പറ്റുമെങ്കിൽ ചെയ്യേണ്ടതാണ്, ഇത് പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ ഇങ്ങനെ അള്ളാഹുവിന്റെ ദീനിൽ എന്തൊക്കെ ഹുക്കുമുകളുണ്ടോ അദ്ലൻ, അത് പരിപൂർണമായ നീതിയാണ്. അതിലൊട്ടും അനീതിയില്ല, അതിലൊട്ടും അനീതിയില്ല. അത് മുഴുവൻ സത്യവും നീതിയുമാകുന്നു. കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ ആകാശഭൂമികളെ പടക്കുകയും അവൻ മീസാൻ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു, നമ്മളത് മുറിച്ചു കടക്കാതിരിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ മീസാൻ അത് നേർക്കുനേരെ സ്ഥാപിക്കുകയും അളവും തൂക്കവും കൃത്യമായി പാലിക്കുകയും, വല തുഖ്സിറുൽ മീസാൻ, മീസാനിൽ നിങ്ങൾ കുറവ് വരുത്താതിരിക്കുകയും ചെയ്യുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൽ അർദ വദഅഹാ ലിൽ അനാം, വൽ അർദ വദഅഹാ ലിൽ അനാം, ഭൂമിയെ വദഅഹ, അവൻ ഭൂമിയാക്കി തീർത്തിരിക്കുന്നു, ഭൂമി അവൻ സ്ഥാപിച്ചിരിക്കുന്നു, ലിൽ അനാം, സൃഷ്ടികൾക്ക് വേണ്ടി, ലിൽ അനാം, സൃഷ്ടികൾക്ക് വേണ്ടി. ആകാശത്തെ അവൻ ഉയർത്തിയിരിക്കുന്നു, ഭൂമി അവൻ വിധാനിച്ചിരിക്കുന്നു, ലിൽ അനാം. ഇമാം ഇബ്നു കസീർ പറയുന്നു, ഐ കമാ റഫഅ അസ്സമാഅ വദഅൽ അർദ, അവൻ ആകാശത്തെ ഉയർത്തിയതുപോലെ ഭൂമി അവൻ താഴ്ത്തിയിരിക്കുന്നു. വദഅ, അവൻ താഴ്ത്തി സ്ഥാപിച്ചിരിക്കുന്നു. വമഹദഹ, ഭൂമി അവൻ ഒരു വിരിപ്പാക്കിയിരിക്കുന്നു, പടപ്പുകൾക്ക് വിരിപ്പാക്കിയിരിക്കുന്നു. വഅർസാഹ, അതിനവൻ ഉറപ്പിച്ചിരിക്കുന്നു. ബിൽ ജിബാലി റാസിയാത്തി ശാമിഖാത്ത്, ഉറപ്പുള്ള ആണികൾ കണക്കെ താഴേക്ക് സ്ഥാപിച്ചിട്ടുള്ള, എന്നാൽ ശാമിഖാത്ത്, ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ കൊണ്ട് അവൻ ഭൂമിയെ ഉറപ്പിച്ചിരിക്കുന്നു. ലിതസ്തഖിറ ലിമാ അലാ വജ്ഹിഹാ മിനൽ അനാം, കാരണം എന്തിനാണ് അള്ളാഹു അങ്ങനെ ചെയ്തത്? ആ ഭൂമിക്ക് മുകളിലുള്ള പടപ്പുകൾ, അൽ അനാം, ഭൂമിക്ക് മുകളിലുള്ള അള്ളാഹുവിന്റെ പടപ്പുകൾ അവർ ഇളകാതെ നേരെ നിൽക്കാൻ. നമ്മൾ നിൽക്കുന്ന സ്ഥലം ഒരു ഉറപ്പില്ലെങ്കിലോ നടക്കാൻ പറ്റുമോ? ഇല്ല. ഈ ഭൂമിയിൽ നമ്മൾ സുന്ദരമായി നടന്നു നീങ്ങുന്നു. മിനൽ അനാം, പടപ്പുകൾ. അനാം എന്ന് പറഞ്ഞാൽ വഹുമുൽ ഖലായിഖ്, സൃഷ്ടികളാണ്. എങ്ങനത്തെ സൃഷ്ടികൾ? അൽ മുഖ്തലിഫ, വ്യത്യസ്തരായ സൃഷ്ടികൾ. വഹുമുൽ ഖലായിഖ് അൽ മുഖ്തലിഫത്തു അൻവാഉഹും, അവരുടെ ഇനങ്ങൾ വ്യത്യസ്തമാണ്. വഅശ്കാലുഹും, അവരുടെ രൂപങ്ങൾ വ്യത്യസ്തമാണ്. വഅൽവാനുഹും, അവരുടെ നിറങ്ങൾ വ്യത്യസ്തമാണ്.
വഅൽസിനതുഹും അവരുടെ ഭാഷകൾ വ്യത്യസ്തമാണ്. ഫീ സായിരി അഖ്താരിഹാ വഅർജാഇഹാ ഭൂമിയുടെ പലവിധ മുക്കുകളിൽ മൂലകളിൽ പലവിധ നാടുകളിൽ അല്ലാഹു ഈ പടപ്പുകളെ അല്ലാഹു ഏർപ്പെടുത്തിയിരിക്കുന്നു. അവർക്ക് വേണ്ടി അല്ലാഹു ഭൂമിയെ വിധാനിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഒന്ന് ഈ ഭൂമിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്താണ് ഈ ഭൂമിയുടെ പ്രത്യേകത? ഈ ഭൂമിയിൽ കോടാനുകോടി മനുഷ്യരുണ്ട്. ഒരുപാട് അള്ളാഹുവിന്റെ സൃഷ്ടികളുണ്ട്. ഒരുപാട് സൃഷ്ടികൾ, ജന്തുക്കൾ. അള്ളാഹു പറഞ്ഞതുപോലെ വമിൻഹും മൻ യംശി അലാ അർബഅ നാലുകാലിൽ എഴയുന്നവ, നാലുകാലിൽ നടക്കുന്ന ജന്തുക്കൾ, രണ്ടുകാലിൽ നടക്കുന്നവ, ഇഴയുന്നവ, പലവിധ ജന്തുക്കൾ. ഇതെല്ലാം ഈ ഭൂമി പുറത്തുണ്ട്. മനുഷ്യരുമുണ്ട്. എല്ലാവർക്കും ഈ ഭൂമി ധാരാളമാണ്. ഇവരെല്ലാം ഈ ഭൂമി കൊള്ളുന്നു. ഭൂമിയിൽ കൊള്ളുന്നില്ലേ? ഉണ്ട്. നമുക്ക് സ്ഥലമില്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് ചിലപ്പോ സ്വന്തമായിട്ടില്ല എന്നായിരിക്കും. അല്ലാതെ നമ്മൾ ഭൂമിയിൽ തന്നെ നിൽക്കുന്നത്. നമ്മൾ ചന്ദ്രനിലല്ലോ നിൽക്കുന്നത്. നമ്മൾ ഭൂമിയിൽ തന്നെയാണ് താമസിക്കുന്നത്. ഈ അള്ളാഹുവിന്റെ ഭൂമിയിൽ തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. അതിൽ സംശയമൊന്നുമില്ല. നമ്മുടെ പേരിൽ ചിലപ്പോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അലം നജാലിൽ അർദ കിഫാത. അടുത്തായത് എന്താ? അഹ്യാഅൻ വഅംവാത. ഈ ഭൂമിയെ നാം മതിയാക്കിയില്ലേ? ഭൂമിയെ നാം ഉൾക്കൊള്ളുന്നതാക്കിയില്ലേ? ആരെയൊക്കെ? അഹ്യാഅൻ വഅംവാത. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും. ഈ ഭൂമിയുടെ പുറത്താണ് നാം ജീവിക്കുന്നത്. എന്നിട്ട് നമ്മളിൽ ഒരാൾ മരിച്ചാൽ ഈ ഭൂമിയിൽ കടിയിലാണ് നാം അയാളെ മറമാടുന്നത്. അപ്പൊ മുകൾ ഭാഗം അഹ്യാഇനും ജീവിച്ചിരിക്കുന്നവർക്കും, താഴ്ഭാഗം നമ്മിലെ മരണപ്പെട്ടവർക്കും അള്ളാഹു മതിയാക്കിയിരിക്കുന്നു. അലം നജാലിൽ അർദ കിഫാത അഹ്യാഅൻ വഅംവാത. ഭൂമിയെ നാം മതി വരുന്നതാക്കിയില്ലേ? അതായത് മതിയാകുന്നതാക്കിയില്ലേ? തികയുന്നതാക്കിയില്ലേ? ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും. ഈ ഭൂമിയെ കുറിച്ചൊന്ന് ചിന്തിക്കുക മാത്രം മതി അള്ളാഹുവിന്റെ ഖുദ്റത്ത് ആലോചിക്കാൻ. ആകാശം അതിന്റെ പുറമെയാണ്. ആകാശം അതിന്റെ പുറമെ, ഭൂമിയിലുള്ള ഓരോന്നും അതിന്റെ പുറമെ. ഭൂമിയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ഇത്ര വലിയ അത്ഭുതമാണ്. ഈ ഭൂമിയുടെ പ്രത്യേകത എന്താണ്? നാം ഇതിൽ ചവിട്ടി നടക്കുന്നു. ഇതിൽ ചവിട്ടി നാം നടക്കുന്നു. ആണ്ടുപോകുന്നില്ല. ആണ്ടുപോകാത്തതുകൊണ്ട് നമ്മളിതാ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു. ഈ ഭൂമി പുറത്ത് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു. വലിയ ഉയരമുള്ള കെട്ടിടങ്ങൾ, വലിയ കെട്ടിടങ്ങൾ, വലിയ ഗോപുരങ്ങൾ, ഇതെല്ലാം നിർമ്മിക്കുന്നു. എന്നാൽ ഇതേ ഭൂമി നമുക്ക് അതിന്റെ അടിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ കുഴിക്കാനും സാധിക്കും. ഈ ഭൂമിക്കടിയിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അത് നമ്മൾ കുഴിക്കുന്നു. ഇത് രണ്ടിനും അള്ളാഹു സുബ്ഹാനഹു വ തആല സൗകര്യം ഏർപ്പെടുത്തി തന്നിരിക്കും. ഇത് നമ്മയും കൊണ്ട് ഇളകുന്നില്ല. അള്ളാഹുവിന്റെ ശിക്ഷകൾ വല്ലതും വന്നാലല്ലാതെ നസ്അലുല്ലാഹൽ ആഫിയ. ഈ ഭൂമി ഇളകാതെ അത് നമ്മെ ഉൾക്കൊള്ളുന്നു. ആരാണിത് സംവിധാനിച്ചത്? ആരാണ് ഇതിന് ഈ വിശാലത നൽകിയത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. വൽ അർദ വദഅഹാ ലിൽ അനാം. ജന്തുജാലങ്ങൾക്ക് വേണ്ടി. എങ്ങനത്തെ ജന്തുജാലങ്ങളാണ്? അള്ളാഹു പറയുന്നു, ഇതാ ഈ ഭൂമിയെ നാം പടപ്പുകൾക്ക് വേണ്ടി വിധാനിച്ചിരിക്കുന്നു. ഈ ഭൂമി അള്ളാഹു ഒരു വിരിപ്പാക്കി, അതിൽ പർവ്വതങ്ങളെ നാട്ടി, അതിനെ ഉറപ്പിച്ചു. ഈ ഭൂമിയിൽ എന്തൊക്കെയുണ്ട്? പർവ്വതങ്ങൾ, താഴ്വരകൾ, അതുപോലെ കൃഷി നന്നായി മുളക്കുന്ന സ്ഥലങ്ങൾ, മരുഭൂമികൾ, തടാകങ്ങൾ, നദികൾ, പുഴകൾ, സമുദ്രം, ഇങ്ങനെ പല രൂപത്തിൽ പലതുമുണ്ട്. പല രൂപത്തിലാണ് ഭൂമിയുടെ പല ഭാഗങ്ങൾ പല രൂപത്തിലാണ്. അതുപോലെ ഇതിന്റെ മുകളിൽ ഈ സൃഷ്ടികളും ഈ മനുഷ്യരും മറ്റുള്ള ജന്തുക്കളുമാകുന്ന സൃഷ്ടികൾ നിൽക്കുന്നു. ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവരുടെ ശക്ൽ ഓരോരുത്തരുടേതും വേറെയാണ്. പല രൂപത്തിലാണ് പലരും. ഇനങ്ങൾ പലതുണ്ട്. മനുഷ്യരുണ്ട്, അല്ലാത്തവരുണ്ട്. ഇനി ഒന്നിൽ തന്നെ പല ശക്ലുണ്ട്. മനുഷ്യരിൽ പല രൂപമുള്ള ആളുകളുണ്ട്. ജന്തുക്കളിൽ തന്നെ ഒന്നിന്റെ രൂപമല്ല വേറൊന്നിന്. ഒരു ജന്തു, ഒരു ആനയെ സങ്കല്പിച്ചു നോക്കുക. ഈ നാട്ടിലതുപോലെയല്ല ആഫ്രിക്കയിലുള്ളത്. അതിന്റെ കോലം വേറെയാണ്, അതിന്റെ ചെവി വേറെ രൂപത്തിലാണ്, അതിനെ കാണാൻ വേറെയാണ്. ഇങ്ങനെ ഓരോന്നിലും വ്യത്യസ്തത.
ഓരോ ജന്തുക്കളിലും അതുപോലെ മനുഷ്യരിലും. അതുപോലെ അൽവാനുഹും നിറങ്ങൾ വ്യത്യസ്തമാണ്. ജന്തുക്കളുടെ നിറങ്ങൾ വ്യത്യസ്തമാണ്. ഒരു കുതിര വെള്ള നിറമുള്ളതുണ്ട്, കറുപ്പ് നിറമുള്ളതുണ്ട്, അതല്ലാത്ത നിറമുള്ളതുണ്ട്. മനുഷ്യരും അങ്ങനെ തന്നെയാണ്. മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. മണ്ണിന്റെ നിറങ്ങളൊക്കെ മനുഷ്യരിൽ നമുക്ക് കാണാം. മണ്ണിന്റെ സ്വഭാവവും നമുക്ക് മനുഷ്യരിൽ കാണാം. പല രൂപത്തിൽ മണ്ണുണ്ടല്ലോ. കടുത്ത മണ്ണ് കാണാം, വളരെ സോഫ്റ്റായ മണ്ണുണ്ടാവും. മനുഷ്യരങ്ങനെ തന്നെ. അതുപോലെ അവ പിടിച്ചു വെക്കുക എന്ന സ്വഭാവം മണ്ണിനുണ്ട്. മനുഷ്യന്റെ ബുഖിൽ അതുകൊണ്ടാണ് അവൻ മിസ്സീക്കാവുക എന്ന് പറഞ്ഞാൽ അവൻ പിടിച്ചു വെക്കുന്ന പിഷ്കാരാവുക. മണ്ണിൽ നിന്നാണത്, അതിന്റെ സ്വഭാവമാണ്. കുല്ലുക്കും മിൻ ആദം വആദമു മിൻ തുറാബ്. അല്ലാഹു പറഞ്ഞില്ലേ, നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ്, ആദം മണ്ണിൽ നിന്നാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. അതിൽ നിന്നാണ് നിങ്ങളെ പടച്ചത്. വഫീഹാ നുഈദുകും, അതിലേക്കാണ് നിങ്ങളെ തിരിച്ചു കൊണ്ടുപോവുക. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, അതിൽ നിന്ന് തന്നെ നിങ്ങളെ നാം പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഈ മണ്ണിൽ നിന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മെ, നമ്മുടെ പിതാവിനെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദ്യം പടച്ചത്. നമ്മിലെല്ലാം അതിന്റെ അംശമുണ്ട്. മണ്ണിൽ നിന്നും അതുപോലെ മായിൽ നിന്നും. മണ്ണിൽ നിന്നും വെള്ളത്തിൽ നിന്നുമാണ് മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചത്. ജീവനുള്ള എല്ലാ വസ്തുക്കളെയും അല്ലാഹു മായിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന് പടച്ചു എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. ജീവനുള്ളതിൽ നിന്നെല്ലാം അള്ളാഹു വെള്ളത്തിൽ നിന്ന് പടച്ചു. അപ്പൊ മനുഷ്യൻ മായിൽ നിന്നുമാണ്, അതുപോലെ തുറാബിൽ നിന്നുമാണ്. മായിൽ നിന്നുമാണ് അവൻ, തുറാബിൽ നിന്നുമാണ്. നിറങ്ങൾ വ്യത്യാസമുണ്ട്. വാൽസിനത്തുഹും, ഭാഷ വ്യത്യാസമുണ്ട്. അള്ളാഹുവിന്റെ ഖുദ്റത്താണ് മനുഷ്യൻ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നു എന്നത്, വ്യത്യസ്ത ഭാഷ അവൻ എഴുതുന്നു എന്നത്. വ്യത്യസ്ത ഭാഷ അവൻ എഴുതുന്നു, വ്യത്യസ്ത ഭാഷ അവൻ സംസാരിക്കുന്നു. പല രൂപത്തിലുള്ള ഭാഷകൾ, എഴുത്തുള്ളതും എഴുത്തില്ലാത്തതും. ഒരേ നാട്ടിൽ തന്നെ ഒരു ഭാഷക്ക് തന്നെ പലവിധ വകഭേദങ്ങൾ. ഒരു നാട്ടിൽ ചില പ്രയോഗങ്ങൾ ഉണ്ടാവും, അത് വേറെ നാട്ടിൽ ഉണ്ടാവുകയില്ല. ഇതെല്ലാം അള്ളാഹുവിന്റെ മഹത്തായ ഖുദ്റത്താണ്. ഫീ സായിരി അഖ്താരിഹാ വഅർജായിഹാ. മാത്രമല്ല മനുഷ്യരെ അള്ളാഹു പലവിധ നാടുകളിൽ അള്ളാഹു മനുഷ്യരെ ഏർപ്പെടുത്തിയിരിക്കുന്നു. എവിടെയൊക്കെയാണ് മനുഷ്യൻ താമസിക്കുന്നത്? നമ്മൾ ചിലപ്പോൾ വളരെ യാത്ര ചെയ്തു, ഒരുപാട് ദിവസങ്ങൾ യാത്ര ചെയ്താൽ മാത്രം, ആകാശത്തുകൂടി പറക്കുകയാണെങ്കിൽ പോലും ദിവസങ്ങൾ യാത്ര ചെയ്തിട്ട് മാത്രം എത്താൻ സാധിക്കുന്ന നാടുകളുണ്ട്. അവിടെ എത്തിയാലും കാണാം നമ്മെ പോലുള്ള മനുഷ്യർ ഭക്ഷണം കഴിക്കുന്ന, വെള്ളം കുടിക്കുന്ന, വിവാഹം കഴിക്കുന്ന, പ്രസവിക്കുന്ന മനുഷ്യർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാം പല നാടുകളിൽ അല്ലാഹു ഏർപ്പെടുത്തിയിരിക്കുന്നു. വൽ അർദ വദഅഹാ ലിൽ അനാം. ഭൂമിയെ നാം വിധാനിച്ചിരിക്കുന്നു, ഭൂമിയെ നാം താഴ്ത്തി സ്ഥാപിച്ചിരിക്കുന്നു. ലിൽ അനാം, പടപ്പുകൾക്ക് വേണ്ടി. ആ ഭൂമിയിൽ അള്ളാഹു അവരെ ഏർപ്പെടുത്തുകയും അള്ളാഹു പടപ്പുകളെ നിശ്ചയിക്കുകയും എന്നിട്ട് അവർക്ക് റിസ്ക് നൽകുകയും ചെയ്തു. ഭൂമിയിലെ വിശിഷ്ടമായ റിസ്കിനെ കുറിച്ച് അള്ളാഹു പറയുന്നു, ഫീഹാ ഫാകിഹത്തുൻ വന്നഖ്ലു ദാതുൽ അക്മാം വൽഹബ്ബു ദുൽ അസ്ഫി വറൈഹാൻ. ഈ ഭൂമിയിൽ അള്ളാഹു പറയുന്നു ഫീഹാ, ഫീഹാ എന്ന് പറഞ്ഞാൽ ഫിൽ അർദി, ഭൂമിയിലുണ്ട്. ഫാകിഹത്തുൻ, ഫാകിഹത്തുൻ എന്നാൽ പഴങ്ങൾ. എങ്ങനത്തെ പഴങ്ങളാണ്? ഇമാം ഇബ്നു കസീർ പറയുന്നു മുഖ്തലിഫത്തുൽ അൽവാനി വത്തുഊമി വറവായിഹ്. മുഖ്തലിഫത്തുൽ അൽവാൻ, പല നിറങ്ങളിലുള്ള പഴങ്ങൾ. പച്ച നിറത്തിലുണ്ട്, വെള്ള നിറത്തിലുണ്ട്, ചുവന്ന നിറത്തിലുണ്ട്, മഞ്ഞ നിറത്തിലുണ്ട്, ഓറഞ്ചുണ്ട്. പല പല നിറങ്ങൾ, പല പല നിറങ്ങളിലുള്ള പഴങ്ങൾ. വത്തുഊം, പല രുചികളിലുള്ള പഴങ്ങൾ. എല്ലാം ഒരേ രുചിയാണോ? അല്ല. മധുരമുള്ളതുണ്ട്, ഒരൽപ്പം പുളിയും മധുരവും കൂടിയതുണ്ട്. ഇങ്ങനെ പലവിധ രുചികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഴങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു. വറവായിഹ്, എന്താണ് റവായിഹ്? പല ഗന്ധമാണ്. എല്ലാത്തിനും ഒരേ മണമല്ല. ചക്ക പഴുത്താലുള്ള മണമല്ല, വേറൊരു പഴം പഴുത്താൽ രണ്ടിനും രണ്ട് മണമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഖുദ്റത്തൊന്ന് ചിന്തിച്ചു നോക്കൂ. ഫിഹാ ഫാകിഹത്തുൻ വന്നഖ്ലു ദാതുൽ അക്മാം. പഴങ്ങളുണ്ട് എന്ന് പറഞ്ഞതിലെല്ലാം ഉൾപ്പെട്ടു.
പക്ഷേ നഖലിനെ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. നഖൽ എന്ന ഈത്തപ്പഴമാണ്. ഇതിന് അറബിയിൽ എന്തു പറയും? അത്ഫുൽ ഖാസി അലൽ ആം. ഇതൊരു പ്രയോഗമാണ്. അത്ഫുൽ ഖാസി അലൽ ആം. ആമായി പൊതുവായി ആദ്യം പറയുക. പഴം എന്ന് പറഞ്ഞാൽ അതിൽ ഈത്തപ്പഴവും എല്ലാം ഉൾപ്പെട്ടു. എന്നിട്ട് അതിൽ നിന്ന് ചിലത് വീണ്ടും എടുത്തു പറയുക. അതെന്തിനാണ്? അതിന് വലിയ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഏതുപോലെ തഅറുജുൽ മലായികതു വറൂഹു, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് കാണാം. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു. ഖിയാമത്ത് നാളിൽ വരും. ആരൊക്കെ? റൂഹ്, ജിബ്രീൽ വരും. വൽ മലായികതു, മലക്കുകളും വരും. അത് ഇതിന് നേരെ തിരിച്ചിട്ടാണ്. അതിന് പറയും അത്ഫുൽ ആമി അലൽ ഖാസ്. അത്ഫുൽ ആമി അലൽ ഖാസ്. ആദ്യം ഖാസായ മലക്കുകളിൽ നിന്ന് പ്രത്യേകതയുള്ള ജിബ്രീലിനെ എടുത്തു പറഞ്ഞു. പിന്നെ മൊത്തത്തിൽ മലക്കുകൾ പറഞ്ഞു. നേരെ തിരിച്ചു കാണാം. ലൈലത്തുൽ ഖദർ പറയുന്ന സൂറത്തുൽ ഖദറിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറുൻ മിൻ അൽഫി ശഹർ തനസ്സലു അൽ മലായികതു വറൂഹു. നബിയിൽ പറഞ്ഞെന്താ? യൗമ യഖൂമുർ റൂഹു വൽ മലായികതു. ഇവിടെ തനസ്സലുൽ മലായികതു വറൂഹു. അവിടെ ഈ പറഞ്ഞതുപോലെയാണ്. ഫാകിഹതു വന്നഖ്ലു എന്ന് പറഞ്ഞതുപോലെയാണ്. അത്ഫുൽ ഖാസി അലൽ ആം. ആദ്യം ആം പൊതുവായി പറയുക മലക്കുകളെ. പിന്നീട് മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ജിബ്രീലിനെ പറയുക. പഴം പറഞ്ഞ് പഴങ്ങളെ മൊത്തത്തിൽ പറഞ്ഞ് പിന്നെ നഖ്ലിനെ പറയുന്നു. നഖൽ അതിന് പ്രത്യേക ഷറഫുണ്ട്. ഈത്തപ്പഴം അതിന് വലിയ പ്രത്യേകതയുണ്ട്. മാത്രമല്ല ഖുർആൻ അവതരിക്കുന്ന അറബികൾ, ഖുർആനിന്റെ ആദ്യത്തെ അഭിസംബോധിതർ ആരാണ്? അറബികളാണ്. അവർക്ക് വേഗം പരിചയമുള്ളത് കൂടിയാണ് നഖൽ. അതുമാത്രമല്ല അതിന് പ്രത്യേകം പഴങ്ങളുടെ കൂട്ടത്തിൽ വലിയ ഷറഫുള്ള പഴം തന്നെയാണെന്ത്? ഈത്തപ്പഴം. അതിൽ സംശയമില്ല. കാരണം അതിന് പ്രത്യേകതയുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതിന് പ്രത്യേകതയുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ തിന്നൽ സുന്നത്താണ് എന്നല്ല ഈ പറഞ്ഞത്. മറിച്ച് അതിന് പ്രത്യേകതയുണ്ട്. പഴങ്ങളുടെ കൂട്ടത്തിൽ ചിലതിന് പ്രത്യേകതയുണ്ട്. അള്ളാഹു ഖുർആനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ ചില പഴങ്ങളുണ്ട്. സൈതൂൻ, അത്തീൻ, അത്തിപ്പഴം, സൈതൂൻ, ഒലിവ്, അതുപോലെ റുമ്മാൻ. ഇങ്ങനെ അള്ളാഹു പ്രത്യേകം ചിലത് എടുത്തു പറഞ്ഞത് കാണാം. ഫിഹാ ഫാകിഹത്തുൻ വന്നഖ്ലു. അതുപോലെ ഭൂമിയിലുണ്ട് ഈത്തപ്പഴമുണ്ട്. ദാതുൽ അക്മാം, അക്മാമുള്ള ഈത്തപ്പഴം. ദാത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുള്ളത് എന്നാണ് അർത്ഥം. ദാത്ത് ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞു, വ ദാതു അൽമാൽ, അവൾ സമ്പത്തുള്ള പെണ്ണാണ് എന്നർത്ഥത്തിൽ അങ്ങനെ പറയും. ദാത്തുൽ അക്മാം എന്നാൽ അക്മാമുള്ള ഈത്തപ്പഴം. അക്മാം എന്ന് പറഞ്ഞാൽ ഔഇയത്തു തല, അതിന്റെ പഴങ്ങൾക്ക് ഒരു പാത്രം പോലെ ഒരു മൂടി ഉണ്ടാവും. കൂമ്പോള എന്നാണ് അതിന് മലയാളത്തിൽ പറയാം. അങ്ങനെ കൂമ്പോളകളുള്ള ഈത്തപ്പഴം. ഈന്തപ്പനെ പ്രത്യേകം അള്ളാഹു എടുത്തു പറഞ്ഞത് എന്തിനാണ്? ഇമാം ഇബ്നു കസീർ പറയുന്നു, നഖ്ലിനെ അള്ളാഹു പറഞ്ഞത് അഫറദഹു ബിദ്ദിക്ർ. അള്ളാഹു ഈന്തപ്പനെ പ്രത്യേകം പറഞ്ഞത് ലിശറഫിഹി, അതിന്റെ പ്രത്യേകത കൊണ്ടാണ്. വനഫഇഹി റത്ബൻ വയാബിസാ, വനഫഇഹി റത്ബൻ വയാബിസാ. പച്ചയായിരിക്കും ഉണങ്ങിയാലും അതുകൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്. പച്ചയായിരിക്കുന്ന സമയത്തും ഉണങ്ങിയ സമയത്തും അതുകൊണ്ട് ധാരാളം ഉപകാരങ്ങൾ കാണാൻ കഴിയും. ഈത്തപ്പഴത്തിന് ഒരുപാട് അതിന് ഉപകാരം അതുകൊണ്ടുണ്ട്, ഒരുപാട് പ്രയോജനം അതുകൊണ്ടുണ്ട്. ഫിഹാ ഫാകിഹതു വന്നഖ്ലു ദാതുൽ അക്മാം. അല്ലാഹു ഭൂമിയിൽ പഴങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു, ഈന്തപ്പനയും കൂമ്പോളകളുള്ള ഈന്തപ്പനയും. അതുപോലെ വൽ ഹബ്ബു ദുൽ അസ്ഫി വറൈഹാൻ. വൽ ഹബ്ബ് എന്താണ്? ധാന്യങ്ങൾ, എല്ലാ ധാന്യവും അതിൽ പെട്ടു. അരിയായാലും ഗോതമ്പായാലും എന്തായാലും ഹബ്ബുകളെല്ലാം, ധാന്യങ്ങളെല്ലാം വൽ ഹബ്ബു എന്ന് പറഞ്ഞതിൽ ഉൾപ്പെട്ടു. ഹബ്ബിനെ കുറിച്ച് പറഞ്ഞത് നോക്കൂ, ദുൽ അസ്ഫി. ദാതുൽ അക്മാം എന്ന് പറഞ്ഞതുപോലെയാണ് ദുൽ അസ്ഫ്. ദാത്ത് എന്നത് സ്ത്രീലിംഗത്തിന് പ്രയോഗിക്കുന്നതാണ്. ദു എന്നത് പുല്ലിംഗത്തിന്, മുദക്കറിന് പ്രയോഗിക്കുന്നതാണ്. വൽ ഹബ്ബു ദുൽ അസ്ഫ്, അസ്ഫുള്ള ധാന്യങ്ങൾ,
അസ്ഫ് എന്നാൽ ഈ ധാന്യം മുളച്ചു വരുന്നത് അതിന്റെ കൂടെ പതിര് കൂടി ഉണ്ടാവും. നെല്ലുണ്ടാവും, പിന്നെന്തുണ്ടാവും? പതിരുണ്ടാവും. അതിന്റെ ഒഴിവാക്കുന്നത് വൈക്കോലായി പിന്നീട് ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള ചെടി അതിന്റെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഉപകാരമുണ്ട്, ഇത് വെറുതെ അല്ല. അതുകൊണ്ട് വേറെ ഉപകാരമുണ്ട്. അതുകൊണ്ട് കാലികൾക്ക് ഉപകാരമുണ്ട്. മറ്റു പല ഉപകാരങ്ങളും അള്ളാഹു അതിനുകൊണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ധാന്യവും അതുപോലെ അതിന്റെ കൂടെയുള്ള ഇലയും അഥവാ വൈക്കോല്, പതിര് എന്നൊക്കെ നമുക്ക് പറയാം. അതുൾപ്പെടെയുള്ള ധാന്യവും റൈഹാനും അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്നു. റൈഹാൻ എന്നത് പൊതുവെ റൈഹാൻ കൊണ്ട് അർത്ഥമാക്കുന്നത് സുഗന്ധ ചെടികളാണ്. ഇതിന്റെ ഇലയാണ് എന്നും വ്യാഖ്യാനമുണ്ട്. പക്ഷേ അല്ലാഹു അലം റൈഹാൻ എന്നത് എന്തിനെ കൂടി ഉൾക്കൊള്ളുന്ന വാക്കാണ്? സുഗന്ധമുണ്ടാക്കുന്ന ചെടികൾ. അപ്പൊ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പറഞ്ഞ ഇതുവരെ അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞ അനുഗ്രഹങ്ങൾ, ഇതിൽ ഓരോന്നും എത്ര വിശദീകരിക്കണം? ഓരോന്നും റഹ്മാനായ റബ്ബ് ഖുർആൻ പഠിപ്പിച്ചു, സന്മാർഗം അവൻ പഠിപ്പിച്ചു, മനുഷ്യനെ പടച്ചു, സൂര്യനും ചന്ദ്രനും അല്ലാഹു ഒരു കണക്കനുസരിച്ച് നിശ്ചയിച്ചു. അതുകൊണ്ടാണ് നമുക്ക് രാവും പകലും ദിവസവും ആഴ്ചയും മാസവും ഒക്കെ മനസ്സിലാകുന്നത്. എല്ലാ സമയത്തും രാത്രിയാണെങ്കിലോ അല്ലെങ്കിൽ എല്ലാ സമയത്തും പകലാണെങ്കിലോ എങ്ങനെ കണക്ക് കൂട്ടും? എവിടെ ഇന്നലെ, മെനിഞ്ഞാന്ന്, ഒരു വർഷം മുൻപ്? ഇതൊന്നുമില്ലല്ലോ. അള്ളാഹു അതെല്ലാം ഒരു കണക്കനുസരിച്ച് നിശ്ചയിച്ചു. സൂര്യനും മരങ്ങളും നക്ഷത്രങ്ങളും റബ്ബിന് സുജൂദ് ചെയ്യുന്നു. അള്ളാഹു ആകാശത്തെ ഉയർത്തിയിരിക്കുന്നു, നീതി അവൻ സ്ഥാപിച്ചിരിക്കുന്നു. നിങ്ങൾ മീസാനിൽ അതിര് കടക്കാതിരിക്കാൻ നിങ്ങൾ അതുകൊണ്ട് അളവും തൂക്കവും കൃത്യമായി പാലിക്കുക, അതിൽ കുറവ് വരുത്തരുത്. ഭൂമി അവൻ സൃഷ്ടികൾക്ക് വേണ്ടി അവൻ ഭൂമിയെ ഏർപ്പെടുത്തിയിരിക്കുന്നു, അതിൽ പഴങ്ങളും ഈന്തപ്പനയും ഏർപ്പെടുത്തിയിരിക്കുന്നു. ധാന്യങ്ങൾ അല്ലാഹു നൽകിയിരിക്കുന്നു, സുഗന്ധം അല്ലാഹു നൽകിയിരിക്കുന്നു. ആർക്കാണ് നല്ല സുഗന്ധം ഇഷ്ടപ്പെടാത്തത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വലിയ ഇഷ്ടമായിരുന്നു തയ്യിബ് സുഗന്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഇഷ്ടമായിരുന്നു, അവിടുന്ന് ധാരാളമായി അത് ഉപയോഗിക്കാറുണ്ടായിരുന്നു. അല്ലാഹു ചോദിക്കുന്നു ഈ അനുഗ്രഹങ്ങൾ എന്നീ പറഞ്ഞ ശേഷം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അപ്പോൾ ഫബിഅയ്യി ഏത് ആലാ എന്നാൽ അനുഗ്രഹങ്ങൾ, അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ്? റബ്ബികുമ നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ്? തുകദ്ദിബാൻ നിങ്ങൾ രണ്ടു കൂട്ടരും നിഷേധിക്കുന്നത്? ആരാണ് രണ്ടു കൂട്ടർ? അൽ ജിന്നു വൽ ഇൻസ്, ജിന്നുകളും മനുഷ്യരും. ഈ സൂറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകൾ കോതിക്കൊടുത്തപ്പോൾ അവർ മറുപടി പറഞ്ഞു ലാ ബല, അവർ മറുപടി പറഞ്ഞു ലാ ബിശൈഇൻ മിൻ നിഅമതിക ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്, ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. ഇല്ല റബ്ബേ, നിന്റെ അനുഗ്രഹങ്ങളിൽ ഒന്നിനെ പോലും ഞങ്ങൾ നിഷേധിക്കുന്നില്ല, നിനക്കാണ് എല്ലാ സ്തുതിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് എന്താണ് പറഞ്ഞത്? സഹാബത്തിന് ഈ സൂറത്ത് മുഴുവനായി നബി ഓതിക്കൊടുത്തു. അവരത് കേട്ട് മിണ്ടാതിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനിത് ജിന്നുകൾ ഓതിക്കൊടുത്തപ്പോൾ അവർ നിങ്ങളെക്കാൾ നന്നായി പ്രതികരിച്ചു അതിനോട്. അവർ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് ഈ സൂറത്തിൽ എപ്പോഴൊക്കെ ഞാൻ ഈ സൂറത്തിൽ ആവർത്തിച്ച ആയത്തുണ്ടല്ലോ, അത് ഓതിക്കൊടുത്തപ്പോഴെല്ലാം അവർ പറഞ്ഞു ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബ് ഫലകൽ ഹംദ് എന്നവർ പറയുകയുണ്ടായി. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ وخلق الجان من مارج من نار فبأي آلاء ربكما تكذبان. خلق الإنسان മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു, അഥവാ റഹ്മാനായ റബ്ബ് സൃഷ്ടിച്ചു. മിൻ സൽസാലിൻ, സൽസാലിൽ നിന്നാണ് സൃഷ്ടിച്ചത്. സൽസാൽ എന്ന് പറഞ്ഞാൽ കളിമണ്ണാണ്, വെള്ളം കലർന്ന മണ്ണ്. വെള്ളം കലർന്ന മണ്ണ് പിന്നെ ഉണങ്ങി, അതാണ് സൽസാൽ. അതെന്തുപോലെ ആയിട്ടുണ്ട്? കൽ ഫഖാർ,
ഫഖാർ പോലെ ആയിട്ടുണ്ട്. ഫഖാർ എന്നാൽ ആ മണ്ണ് കൊണ്ട് ഒരു കലമുണ്ടാക്കി അത് ചൂടാക്കി ഒരു കലമുണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? തട്ടിയാൽ നല്ല ശബ്ദമുണ്ടാകുന്ന കലം. അതുപോലെയുള്ള കളിമണ്ണിൽ നിന്ന് നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. നമ്മളെല്ലാവരും ആദമിന്റെ സുൽബിൽ നിന്നാണ്, ആദമിന്റെ മുതുകിൽ നിന്നാണ് നമ്മളെല്ലാവരും ഉപ്പയാണ് ആര്? ആദം അലൈഹി സ്വലാത്തു വസ്സലാം. എല്ലാവരുടെയും ഉമ്മയാണ് ആര്? ഹവ്വ റളിയല്ലാഹു അൻഹാ. يذكر تعالى خلقه الإنسان من صلصال كالفخار. അള്ളാഹു മനുഷ്യരെ മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കലം പോലെയുള്ള കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത് പറഞ്ഞു. അതുപോലെ തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു വഖലഖൽ ജാന്ന, അവൻ സൃഷ്ടിച്ചു അൽ ജാന്ന. ജാൻ എന്നാൽ ജിന്ന്. ഇവിടെ ഉദ്ദേശം ജിന്നുകളുടെ പിതാവായ ഇബ്ലീസാണ്. ഇബ്ലീസ് മിൻ മാരിജിൻ മിൻ നാർ, തീയുടെ മാരിജിൽ നിന്ന് നാം സൃഷ്ടിച്ചു. തീയിന്റെ മാരിജ് എന്ന് പറഞ്ഞാൽ എന്താണ്? തീയിന്റെ മാരിജ് എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ വിശദീകരിച്ചത് കാണാം. അതായത് അതിന്റെ വഹുവ തർഹു ലഹബിഹ, അതിന്റെ ആ ജ്വാലയുണ്ടല്ലോ, അതിന്റെ മുകളിലേക്ക് കാണുന്ന ഭാഗം, തീ കത്തിച്ച മുകളിലേക്ക് കാണുന്ന ഭാഗം, അതിൽ നിന്ന് സൃഷ്ടിച്ചു. അള്ളാഹു ഇത് രണ്ടും എടുത്തു പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം ഖുലിഖത്തിൽ മലായികതു മിൻ നൂർ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹാ റിവായത്ത് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖുലിഖത്തിൽ മലായികതു മിൻ നൂർ, മലക്കുകൾ നൂറിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. നൂർ എന്താണ്? പ്രകാശം. വഖുലിഖൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ, ജിന്ന് തീജ്വാലയിൽ നിന്നാണ് പടക്കപ്പെട്ടത്. മാരിജിൻ മിൻ നാർ, ജിന്നുകൾ തീജ്വാലയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. വഖുലിഖ ആദമു മിമ്മാ വുസിഫ ലക്കും, ആദം നിങ്ങൾക്ക് വിശേഷിപ്പിക്കപ്പെട്ടതിൽ നിന്നാണ്, അഥവാ നിങ്ങളോട് അള്ളാഹു വിവരിച്ചു തന്ന അതിൽ നിന്ന്, അഥവാ മണ്ണിൽ നിന്നാണ് അള്ളാഹു ആദം സൃഷ്ടിക്കപ്പെട്ടത്. ആദമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. അതാണ് ഇബ്ലീസ് അഹങ്കരിച്ചത്. ഇബ്ലീസിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ത്? മലക്കുകളോട് ഒന്നാകെ അള്ളാഹു പറഞ്ഞു ആദമിന് സുജൂദ് ചെയ്യാൻ. അപ്പൊ ഇബ്ലീസ് എന്താ ചെയ്ത്? ഒന്നാമത്തെ തന്റെ ബുദ്ധി കൊണ്ട് പ്രമാണത്തെ തള്ളിയ ഒന്നാമത്തെ ഇബ്ലീസാണ്. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്കി. ഇബ്നുൽ ഖയ്യിം പറഞ്ഞാണ്, ഞാൻ പറഞ്ഞല്ല. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു സ്വന്തം അഖ്ൽ ഉപയോഗിച്ചിട്ട് അള്ളാഹിന്റെ അമ്രിനെ തള്ളിയവന്റെ എല്ലാ നിഷേധികൾക്കും ഇമാമാര ഇബ്ലീസാണ്. കാരണം അവൻ പറഞ്ഞു അന ഖൈറും മിൻഹു ഖലഖ്തനി മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ, എന്നെ നീ തീയിൽ നിന്നാണ് പഠിച്ചത്, അവനെ നീ മണ്ണിൽ നിന്നു, ഞാൻ എങ്ങനെ അവന് സുജൂദ് ചെയ്യാം? അവന്റെ അഖലാണ്, അവന്റെ റഅയാണ്. അള്ളാഹുവിന്റെ അമ്രിനെതിരിൽ അവന്റെ റഅയ് ഉപയോഗിച്ചു, അവന്റെ വീക്ഷണം, അവന്റെ അഭിപ്രായം. പാടില്ല. അള്ളാഹു അവനെ ശപിച്ച് പുറത്താക്കി. അവനെ ശപിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്താക്കി. അവന്റെ അഖ്ലിന്, അവന്റെ കിബറിന് എന്ത് സ്ഥാനമാണുള്ളത്? ഒരു സ്ഥാനവുമില്ല അള്ളാഹുവിന്റെ അമ്രിനെതിരിൽ. ഇതുപോലെ എത്ര ആളുകളാണുള്ളത്. അള്ളാഹുവിന്റെ കൽപ്പനകൾ ഓതിക്കൊടുത്താൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറഞ്ഞാൽ അവൻ പല ന്യായങ്ങൾ ഒന്നും പറയും അള്ളാഹുവിന്റെ അമ്രിനെതിരിൽ. അങ്ങനെയുള്ള എല്ലാ കൗമിന്റെയും നേതാവ് ഇബ്ലീസാണ്. ഇബ്ലീസിന്റെ മാതൃകയാണത്. മറിച്ച് മുഅ്മിനീങ്ങളുടെ മാതൃക എന്താണ്? ഇന്നമാ ഖൗലുൽ മുഅ്മിനുകളുടെ കാര്യം എന്നാൽ ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി അൻ യഖൂലു സമിഅനാ വഅതഅനാ. മുഅ്മിനുകളുടെ കാര്യം അവർ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ, അഥവാ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സമിഅനാ വഅതഅനാ, കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്നേ അവർ പറയുകയുള്ളൂ. അള്ളാഹു പറഞ്ഞോ റസൂല് പറഞ്ഞോ എന്നേ നോക്കേണ്ടതുള്ളൂ.
അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ, എങ്കിലത് അനുസരിക്കുകയല്ലാതെ നിർവാഹമില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ നമ്മുടെ മുൻഗാമികൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. തന്നെ തീയിൽ നിന്ന് പടച്ചു എന്നതുകൊണ്ട് ഇബ്ലീസ് അഹങ്കരിച്ചു. അവന് തോന്നിപ്പോയി ഞാൻ ആദമിനേക്കാൾ ഖൈറാണ് എന്ന്, ആദമിനേക്കാൾ അഫ്ളലാണ് ഞാൻ എന്ന് അവന് തോന്നിപ്പോയി. യഥാർത്ഥത്തിൽ അള്ളാഹു ആദമിന് ഇൽമു കൊണ്ട് ശ്രേഷ്ഠത നൽകി. എന്നിട്ടാണ് സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. വഅല്ലമ ആദമ അസ്മാഅ കുല്ലഹ ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم قال يا آدم أنبئهم بأسمائهم قال ألم أقل لكم فلما أنبأهم بأسمائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു ശേഷമാണ് തൊട്ടടുത്ത ആയത്തിലാണ് പറഞ്ഞത്, മലക്കുകളോട് നാം കൽപ്പിച്ചു ആദമിന് സുജൂദ് ചെയ്യാൻ. എന്താണ് ആദമിന് അള്ളാഹു മലായിക്കത്തിന് മുകളിൽ നൽകിയ സ്ഥാനം? അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ഇൽമു കൊണ്ട് നൽകിയ ശ്രേഷ്ഠതയാണ്. അറിവ് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠരാക്കുക. അതാണ് ഏറ്റവും വലിയ ഫضൽ. അതിനേക്കാൾ മുകളിൽ മറ്റൊരു ഫضലില്ല. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. وخلق الجان من مارج من نار فبأي آلاء ربكما تكذبان. അള്ളാഹു ചോദിക്കുന്നു, നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബായ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഏതിനെയാണ് നിങ്ങൾ രണ്ടു കൂട്ടരും നിഷേധിക്കുന്നത്? അഥവാ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു, അവൻ നമുക്ക് ഈ നല്ല രൂപം നൽകി എന്നത് അള്ളാഹു തന്ന വലിയ അനുഗ്രഹമാണ്. يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك. ومن شاء كريما يا ഔദാര്യവാനായ നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞത് എന്താണ്? الذي خلقك, ഏതൊരുവനാണോ നിന്നെ പടക്കുകയും فسواك, നിന്നെ ശരിപ്പെടുത്തുകയും നിന്റെ രൂപം فعدلك, നിനക്ക് നല്ല രൂപം നൽകി, നല്ല രൂപം നിനക്ക് നൽകുകയും ചെയ്ത റബ്ബ്. ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക, അല്ലാഹു ഉദ്ദേശിച്ച രൂപത്തിൽ അവൻ നിന്റെ ഘടന, നിനക്ക് ഘടന നൽകി, ശരീരഘടന നൽകി. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ മൃഗങ്ങളെ പോലെ ആക്കിയില്ല. നമുക്ക് ഏറ്റവും നല്ല താപമായ രൂപമാണ് അല്ലാഹു മനുഷ്യന് നൽകിയിട്ടുള്ളത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യന് നാം ഏറ്റവും നല്ല രൂപം നൽകിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എത്ര നമുക്ക് നമ്മൾ റബ്ബിന് നന്ദി കാണിക്കണം. ഞാനൊരു ചില ഇമാമുമാർ അവരുടെ കിതാബുകളിൽ ഉദ്ധരിച്ച ഒരു സംഭവം മാത്രം ഉദ്ധരിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് തന്ന നിഅമത്ത് മനസ്സിലാക്കാൻ. അങ്ങനത്തെ ഉദാഹരണങ്ങൾ ഇന്ന് നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. പക്ഷേ അപൂർവമായതുകൊണ്ട് ചില ഇമാമുമാർ ഉദ്ധരിച്ചത് കാണാം. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില സമയത്ത് ചില രൂപങ്ങൾ ചിലർക്ക് കാണാം, ചില അവയവങ്ങളില്ലാതെ, ചില അങ്ങനെയൊക്കെ രൂപത്തിൽ ജനിക്കുമ്പോൾ തന്നെ അങ്ങനെ കാണാം. ചില വിവരമില്ലാത്തവർ അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ പരിഹസിക്കാനാണ് അവൻ അത് ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുന്റെ ഖുദ്റത്തിനെ മനസ്സിലാക്കാനാണ് അവൻ അത് ഉപയോഗിക്കേണ്ടത്. കാരണം മറ്റുള്ളവർക്ക് വലിയ ഗുണപാഠമാണ് അതുകൊണ്ട് ഉണ്ടാവുക. ചില ഇമാമുമാർ ഉദ്ധരിച്ചത് കാണാം, മുൻപ് കാലത്ത് 2 ഇരട്ടകൾ ഉണ്ടായിരുന്നു. ഇരട്ടകൾ എന്ന് പറഞ്ഞാൽ അവർ ശരീരം പരസ്പരം ഒട്ടിയിട്ടാണ്, വയറ് രണ്ടുപേരുടേതും ഒട്ടിയിട്ടാണ്, പരസ്പരം ഒട്ടിച്ചേർന്ന ഇരട്ടകൾ. 2 ആളുകൾ ഉണ്ടായിരുന്നു. ഈ 2 ആളുകൾ ജനിച്ചു. അവർക്ക് യൗവനം എത്തുന്ന കാലത്തോളം അവർ ജീവിച്ചു. എന്താണ് ഇവർ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ? ഇവർക്ക് പിന്നെ 2 പേർക്കും ഉള്ളിലുള്ള അവയവങ്ങളൊക്കെ വേറെ, പുറമേക്ക് ഇത് ഒട്ടിപ്പിടിച്ചിട്ടാണുള്ളത്. ഉള്ളിൽ അവർക്ക് 2 പേർക്കും 2 വയറുണ്ട്. അതുകൊണ്ട് രണ്ടാൾക്ക് വിശക്കും. ഒരാൾക്ക് വിശക്കുന്ന സമയത്തല്ല വേറൊരാൾക്ക് വിശക്കുക. ഒരാൾക്ക് തന്റെ ഖദാഉൽ ഹാജ, പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കേണ്ട ആവശ്യം വരും. മൂത്രമൊഴിക്കുകയും കാഷ്ടിക്കാനൊക്കെ തോന്നും. ആ സമയത്തല്ല മറ്റേ ആൾക്ക് തോന്നുക. ഇങ്ങനെ എന്നാൽ ഒരാൾ പോകുന്നിടത്തേക്ക് മറ്റേ ആള് നിർബന്ധമായും പോകേണ്ടി വരും. ഇവർ 2 പേരും, ഈ 2 സഹോദരങ്ങൾ ചില ദിവസങ്ങളിൽ പരസ്പരം പിണങ്ങും.
എന്നിട്ടോ ദിവസങ്ങളോളം ഇവർ പരസ്പരം മിണ്ടുകയില്ല. സുബ്ഹാനല്ലാഹ്. പക്ഷേ ഒരാൾ പോകുന്നിടത്തേക്ക് മറ്റാൾ ചെല്ലണം. ഇങ്ങനെ ഇരിക്കെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു, അതിലൊരാൾ മരിച്ചു. എന്ത് ചെയ്യണം? ആ കാലത്തുള്ള വൈദ്യന്മാരൊക്കെ ശ്രമിച്ചു ഇവരെ വേർപെടുത്തി നോക്കാൻ. സാധിക്കുന്നില്ല. വേർപെടുത്താൻ സാധിക്കുന്നില്ല. ഇനി ഒരാളെ വേർപെടുത്താൻ നോക്കിയാൽ മറ്റാളും കൂടി മരിക്കും. ഒരാൾ ഒറ്റക്കൊണ്ടുപോയി ഖബറിലെക്കാൻ പറ്റുമോ? അതും പറ്റുകയില്ല. അവസാനം മരിച്ച ആളാണല്ലോ, ദിവസങ്ങൾ കഴിയുമ്പോൾ ശരീരം ചീഞ്ഞു പോകും. അങ്ങനെ ശരീരം ചീഞ്ഞ് അതിന്റെ ദുർഗന്ധം സഹിച്ച് രണ്ടാമത്തെ ആളും മരിച്ചു. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തിനെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. എത്ര വലിയ നിഅമത്തിനാണ് നാം ജീവിക്കുന്നത്. ഈ ഒരു കാര്യം മാത്രം ഓർത്താൽ, അള്ളാഹു നമുക്ക് ഈ നൽകിയ ശരീരവും ആരോഗ്യവും മാത്രം ഓർത്താൽ എത്ര നിഅമത്ത്, എത്ര ശുക്ർ റബ്ബിന് നാം കാണിക്കണം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. റബ്ബിന്റെ നിഅമത്തുകളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും എല്ലാ മുസ്ലിമീങ്ങൾക്കും മരണം വരെ ആഫിയത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്ത് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു തആല ആലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.